ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ആർക്ക് വീഡിയോ. അപ്പോൾ നമ്മൾ വീണ്ടും 10ാമത്തെ എപ്പിസോഡ്, ആർക്കിൻ്റെ 10ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മറന്നുപോയി എത്ര എപ്പിസോഡാണ്, അപ്പോൾ അതാണ് കൺഫ്യൂഷൻ ആയത്. ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റിയ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആണിത്. ഇവിടെ തറയിടലും പരിപാടിയൊക്കെ കഴിഞ്ഞ്, പക്ഷേ രാത്രി ആവണ വരെ നമുക്ക് സർവൈവ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ടെമ്പറേച്ചറിനെ പൊരുതി നിൽക്കണം. ടെമ്പറേച്ചറിനെ പൊരുതി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വുഡും താച്ചും ഒക്കെ നമുക്ക് വേണ്ടി വരും ടെമ്പറേച്ചറിന് പൊരുതി നിൽക്കണമെങ്കിൽ. കാരണം തീയിട്ട് കത്തിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അടിച്ച് നമ്മൾ ചാവും. ടെമ്പറേച്ചർ ഡ്രോപ്പായിട്ട് തണുപ്പടിച്ച് നമ്മൾ ചാവും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് അങ്ങനെ. ഇപ്പോൾ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ ഇതാ അങ്ങോട്ട് നോക്കൂ, ആ താഴെ വരെ പോകണം. ഇവിടെ നല്ല രസമാണ്, മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്യും രാത്രി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ബേസ് ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ടായിരിക്കും. നമ്മുടെ ബേസിൻ്റെ വെളിയിലിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കിടിലനായിരിക്കും. ഒരു റെഡ് ഡ്രോപ്പാണ് വരുന്നത്, പക്ഷേ യോഗ ഇല്ല, അപ്പോൾ എടുക്കാനുള്ള ഒരു ശേഷിയൊന്നും നമുക്കില്ല. ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം ഇവിടെയുള്ള എല്ലാ സാധനത്തിലും തീയിട്ട് കത്തിക്കാൻ എന്നൊരു പ്ലാനിങ്ങിലാണ്. ഇത് ഇൻവെൻട്രി ഫുള്ളായോ? ലൈറ്റ് ഫയർ. അപ്പോൾ 4 ക്യാമ്പ് ഫയർ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ രാത്രി ഒന്ന് സർവ് ചെയ്ത് എത്തിയാൽ മതി. പകൽ വലിയ പ്രശ്നം ഇല്ല, നമുക്ക് കാര്യമായിട്ട് പ്രശ്നമില്ല. 42 ഒക്കെ നമ്മൾ കൂട്ടി വെച്ചിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ സമയം എത്രയെന്ന് പറഞ്ഞാൽ, സമയം -10 ഡിഗ്രി, 6 മണി, വൈകുന്നേരം 6 മണി ആകുമ്പോഴത്തിന് -10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കൂടുതൽ നല്ല ഇവിടെ നിന്നാൽ നമ്മൾ ചാവും എന്ന ഒരു ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ ഈ ഹൈപ്പോ തെർമൽ ഇൻസ്റ്റലേഷൻ ഇപ്പോൾ 474 ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അത്രയും നന്നായിട്ട് ഇവിടെ ഫയർ കത്തുന്നതുകൊണ്ടാണ്, തീ കത്തുന്നതുകൊണ്ടാണ് അത്രയും ഇൻസുലേഷൻ അത്രയും വരുന്നത്. അപ്പം നമുക്കതായാലും ഒരു ബേസ് ഇവിടെ സെറ്റ് ചെയ്യണം. തൽക്കാലം താച്ചിൻ്റെ ഒരു ബേസ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് അതിലൊരു കിടക്ക വിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. താച്ചിൻ്റെ ബേസിന് ഇനി 15 ഫൈബറും അതിനനുസരിച്ച് വുഡും തേങ്ങയും മാങ്ങൊക്കെ വേണം. അപ്പോൾ ഒരു 15 ഫൈബർ, ഇതൊക്കെ പറിച്ച ഫൈബർ. ഇതിൽ ഫൈബർ വളരെ കുറവാണ്. ഇവിടുത്തെ ഈ മഞ്ഞ് പ്രദേശത്തെ പുല്ലിൽ നമുക്ക് ലഭിക്കുന്ന ഫൈബറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 15 ഫൈബറൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് സമയം എടുക്കും. വെറുതെ എങ്ങനെയാലും ഇപ്പോൾ പോയി കണ്ട മൃഗത്തിനെ ഞാൻ മാന്തി ഉണ്ടെങ്കിൽ അതോടെ എൻ്റെ ശവം എടുക്കുകയായിരുന്നു. ഫൈബർ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ല. ബെറീസ് കയറുന്നുണ്ട്, ബട്ട് ഫൈബർ കയറൂല, അതാണ് ഒരു പ്രശ്നം. രാത്രിയൊക്കെ ആകുമ്പോൾ ഈ ഒരു ഏരിയയിൽ വല്ല വോൾഫോ അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്പോണായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ രാവിലെ എൻ്റെ ശവം എടുക്കാൻ വന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ ലെവൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കാരണം വെള്ളം എടുക്കാൻ നമുക്ക് താഴെ വരാം. ഈ വാട്ടർ ലെവൽ കുറയണില്ല, അതാണ് വേറെ ഒന്നല്ല. വാട്ടർ ലെവൽ കുറയാത്ത ഇവിടെ തണുപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കേണ്ട ആ ഒരു സെയിം തിയറി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വാട്ടർ ലെവൽ ഡ്രോപ്പ് ആവുന്നത്. വാട്ടർ ലെവൽ 140 ഫ്രീസാണ്. അപ്പോൾ ഈ ഒരു ഏരിയത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് കുറയില്ല. നമ്മൾ ഫുഡിൻ്റെ കാര്യം മാത്രം നിരീക്ഷിച്ചാൽ മതി, വലിയ ഉപകാരം. അതേപോലെ ഇവിടെ അത്യാവശ്യം ഇവിടെ ബേസ് എടുത്ത ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇവിടെ കുറച്ച് മെറ്റലൊക്കെ സ്പോണുണ്ട്. ഒരു മെറ്റലിൻ്റെ കല്ലുണ്ട്. അത്യാവശ്യം നമുക്ക് തുടക്കത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അതേപോലെ വുഡും നല്ല രീതിയിൽ വുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് നമുക്ക് ഈ സാധനം ഒന്ന് കുറച്ചിടാം. സെറ്റിങ്സ്, ഓപ്ഷൻ, ഇതിൽ ഗ്രാഫിക്സ്, ഗാമ ഓൾറെഡി കുറഞ്ഞ കിടക്കാണ്, കുഴപ്പമില്ല. വീണ്ടും ഫുഡിൻ്റെ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവ് ഫുഡാണ്. ഇതും റോക്കാണെന്നോ, മെറ്റൽ റോക്കാണെന്ന് തോന്നുന്നു. എന്ത് റോക്കാണ്? മെറ്റൽ റോക്കാണോ? അത് മെറ്റൽ റോക്കല്ല, ഇത് ഇവിടെയുള്ള സ്തൂപത്തിൻ്റെ കല്ലായിരുന്നു. ഞാൻ വെറുതെ തിരിച്ച് പോകും. ഏകദേശം വേണ്ട സാധനങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഒരു താച്ചിൻ്റെ ബേസ് ഉണ്ടാക്കണം. വേറെ ഒന്നല്ല, ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബേസിൽ മാത്രമേ ബെഡ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ബെഡ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പണി എടുക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഈ ഒരു പണിക്ക് നിൽക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചാവൂല, പിടിച്ച് നിർത്താം. അവിടെ വയ്ക്കും.
ഓക്കെ, ഇനി ഒരു ബെഡ് സെറ്റ് ചെയ്യണം. ബെഡിന് എത്ര വേണം, ഇനി എന്തൊക്കെ വേണം? വുഡും വേണം, ഫൈബറും വേണം ബെഡിന്. ഫൈബറാണ് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സാധനം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. ഫൈബർ ഉണ്ടാക്കാൻ പെടുന്ന പാട് എനിക്കേ അറിയുള്ളൂ. ബെറീസൊക്കെ അടിച്ച് കയറ്റട്ടെ, വെറുതെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബെറീസ്. കുറേ ബെറീസ് അടിച്ച് കയറ്റിയാൽ അത്രയും ഗുണം. തണുപ്പടിച്ചടിച്ചടിച്ച് ഹെൽത്ത് കുറയണില്ല, അതൊരു ഗുണമുണ്ട്. ഫോർട്ടിറ്റ്യൂഡ് കയറ്റിയതിന് ശേഷം നമുക്ക് ഹെൽത്ത് വല്ലാണ്ടായിട്ട് കുറയണില്ല. ഇവിടെ കുറേ പുല്ല് മുളച്ച് വന്നിരിക്കണം. ഈ പുല്ലൊക്കെ കൂടി പറിച്ചാൽ കുറച്ച് ഫൈബർ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 10 ഫൈബർ 30 ഫൈബർ ഉണ്ടായാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതേതോ പണ്ട് കാലത്ത് ആരും ഉണ്ടാക്കി വെച്ച വീടാണ്. ഈ മഞ്ഞ് പ്രദേശത്തൊക്കാരാണോ അതേപോലെ വീടുണ്ടാക്കിയത്? ചിലപ്പോൾ നമ്മളെപ്പോലെ ഏതെങ്കിലും മൊയന്താൾ വന്ന് വീടുണ്ടാക്കിയായിരിക്കും. കാരണം എന്നിട്ട് അവസാനം തണുപ്പടിച്ച് ചത്തുപോയതായിരിക്കും. അതാണ് നടന്നത്. ആവശ്യത്തിന് 30 ഫൈബർ ആയോ എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഹെൽത്ത് വളരെ നല്ല രീതിയിൽ കുറയുന്നുണ്ട്, അത്യാവശ്യം ഫൈബർ ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് തീയിട്ട് കൊടുത്ത് തന്നെ പോകണം. കാരണം ഈ ഒരു രീതിയിൽ ഹെൽത്ത് കുറഞ്ഞാൽ നമ്മളധികം നേരം സർവൈവ് ചെയ്യില്ല. ഈ 4 തീ എപ്പോൾ കിടന്നു അപ്പം നമ്മൾ ചാവും, അത്രേ ഉള്ളൂ. വേറെ പരിപാടി പ്രത്യേകിച്ച് അവിടെ വേറെ വർത്താനമൊന്നുമില്ല. സോ ഒരു ക്രാഫ്റ്റിംഗ് എ ബെഡ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ക്രാഫ്റ്റ് 1. ഇനിയിപ്പോൾ ചത്താലും നമുക്ക് ഇവിടെ തന്നെ റീസ്പോൺ ആവാം ഇതുകൊണ്ട്. അതൊരു നല്ല ഉപകാരം. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഹീറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് റീജനറേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വലിയ ഉപകാരമാണ് അത്. അങ്ങനെ നമ്മളൊരു ബെഡ് പ്ലേസ് ചെയ്ത് സമയം നോക്കിയിട്ട് വേണം ഉറങ്ങാൻ. ഇപ്പോൾ ഏകദേശം സമയം 8:04. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര നേരം ഉറങ്ങുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ അടിച്ച് കയറ്റിയിട്ട് നമുക്കത് കിടന്ന് ഉറങ്ങാം. അതാണ് ഏറ്റവും നല്ല കാര്യം. ഫാസ്റ്റ് ട്രാവൽ, സ്ലീപ്പ്, ഹംഗ്രി ഓർ തേഴ്സ്റ്റി. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കേണ്ടിയിരിക്കുന്നു. വെള്ളം എത്ര ഉണ്ട്? വാട്ടർ 105 ഉണ്ടല്ലോ. ഫുഡിൻ്റെ പ്രശ്നമാണ്. സ്ലീപ്പ് അപ് ടു 5:30. ഓക്കെ, അങ്ങനെ നമ്മൾ ഉറങ്ങി എണീറ്റു. സമയം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ വാട്ടർ ലെവലൊക്കെ കുറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് വെള്ളം കുടിച്ച് വരണം. അതാണ് ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ. ആദ്യം നമ്മൾ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ താഴെ പോകണം. അവിടെ പോയി കൊണ്ട് നദിയിൽ പോയി വെള്ളം കുടിക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങോട്ട് പോകുന്നത് കുറച്ച് ഡേഞ്ചറാണ്. പെട്ടെന്ന് കുടിക്കുക, തിരിച്ചു വരാം. അതായത് നമുക്കിപ്പോൾ ഒരു കറലി ഓപ്ഷനുള്ളൂ. ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ചുറ്റുപാടൊന്ന് സൂക്ഷിച്ച് നോക്കി കളയാം. ഏത് നിമിഷമാണ് എവിടെ നിന്നാണ് അടി കിട്ടാമെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. ഓക്കെ, ലാൻഡായി. പോയി കടലിൽ ചാർട്ട്. വെള്ളം കുടിച്ചു. ഈ തണുപ്പത്തൊക്കെ ഈ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാൽ എന്നെ സമ്മതിക്കണമല്ലേ. ഓക്കെ, എത്രയും പെട്ടെന്ന് നമുക്ക് മുകളിലോട്ട് കയറണം. മുകളിലോട്ട് കയറാൻ പറഞ്ഞാൽ നമ്മുടെ ബേസിലോട്ട് എത്തണം. അധികം നേരം ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങി കഴിഞ്ഞാൽ ചാവും. ബേസ് എത്തി. ഈ കണ്ടാമൃഗം ഈ ഒരു ഏരിയയിൽ നമുക്ക് വലിയ ഉപയോഗമില്ല, ഉപദ്രവമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിനെ പിടിക്കും. എടാ, തണുപ്പൊന്നും രക്ഷയില്ല കേട്ടോ. അപ്പോൾ രക്ഷ കഴിയും. അപ്പം സമയം 2:18. നമ്മൾ ഉറങ്ങിയിട്ട് അധികം നേരം ഉറങ്ങാൻ പറ്റിയില്ല നമുക്ക്. വാട്ടർ അധികം കയറിയില്ലേ? 67 ആയുള്ളൂ വാട്ടർ. നമുക്ക് കുറച്ചു നേരം കൂടി വെള്ളത്തിൽ കിടന്നിരുന്നല്ലോ. പിന്നെന്താ വാട്ടർ കയറാത്തത്? അപ്പോൾ വാട്ടർ അധികം കയറാത്തതുകൊണ്ടാണ് നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങേണ്ടതായിരുന്നു. ഹംഗ്രി ഓർ തേഴ്സ്റ്റി എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മളൊരവസ്ഥ. കുഴപ്പമില്ല, നമുക്കിവിടെ തീൻ്റെ ചുറ്റും കുറച്ച് നേരമൊക്കെ നിന്ന് വർത്തമാനം പറയാം. വേറെ ഓപ്ഷനൊന്നുമില്ല.
സോ നമുക്ക് ഇവിടെ വാട്ടർ റിസർവോയർ എന്ന ഒരു സെറ്റപ്പ് വേണം. അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ടാങ്കാണ്. അതായത് ഈ ഒരു ഏരിയത്തെ നമുക്ക് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടൂല. വെള്ളം കിട്ടണമെങ്കിൽ താഴോട്ട് സമുദ്രത്തിലോട്ട് പോകണം. പക്ഷേ ആ സമുദ്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ സൈഡിൽ ഒരുമാതിരി വോൾഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായ്പ്പോഴും അവിടുത്തെ ലാൻഡിങ് ഒരേപോലെ ആയിരിക്കില്ല. നമ്മുടെ ചെറാനോടൻ ചാവാനും അതേപോലെ നമ്മൾ ചാവാനും ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്കിവിടെ വാട്ടർ സ്റ്റോർ ചെയ്യണം. എമർജൻസി ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാനുള്ള വാട്ടർ നമുക്ക് വേണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വാട്ടർ റിസർവോയർ ഉണ്ട്. അറ്റാച്ച് ദീസ് ടു പൈപ്സ് ടു സ്റ്റോർ റെയിൻ ഇറിഗേഷൻ ഓർ മാനുവലി ഡിപ്പോസിറ്റ് വാട്ടർ ഫോർ ലൈറ്റർ യൂസ് വിൽ ഓട്ടോമാറ്റിക്കലി ഇറിഗേറ്റ് നിയർ ബൈ ക്രോപ്സ് ഇഫ് അറ്റാച്ച്ഡ് ടു ടാപ്പ്. അപ്പോൾ സംഗതി എന്താ പറയണത് വെച്ചാൽ സിമെൻറ്റിംഗ് പേസ്റ്റ് 5 വേണം. അതാണ് ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് നമുക്ക്. അപ്പോൾ മെയിനായിട്ട് മൂപ്പർ പറഞ്ഞ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു വാട്ടർ റിസർവോയർ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ നമുക്ക് ഇവിടൊക്കെ എന്താ തണുപ്പ് കിടന്നാലോ കിടക്ക് 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 തീയിൽപ്പെട്ട് കത്തി പിടിച്ച് എന്താണ് ഞാൻ കാണിക്കണത്? എവിടെയാണ് ഞാൻ? എന്താ അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, ഹെൽത്തൊന്നും കുറയണമെന്നില്ല, ചാവാനില്ലാന്ന്. ഇപ്പോൾ നമ്മൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തീ കായല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തീ കൂട്ടിയിട്ട് കണ്ട് അതിൻ്റെ മേത്തലയും കയറുന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാട്ടർ റിസർവോയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളം ശേഖരിച്ച് വയ്ക്കാം. അതിൽ 2 രീതിയിൽ വെള്ളം നിറയ്ക്കാം. ഒന്നുകിൽ മഴ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ശേഖരിക്കും. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ സ്കിന്ന് അല്ലെങ്കിൽ വാട്ടർ ജാറിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് വന്നുകൊണ്ട് അതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അതിനൊരു ടാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പിലൂടെ നമുക്ക് നമ്മുടെ ക്രോപ്സിന് ഇറിഗേഷൻ നടത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു വാട്ടർ ഇത് കൊണ്ട് ഇത്രയും താങ്ങാൻ പറ്റുമോ കപ്പാസിറ്റി. അപ്പോൾ നമ്മളൊരു 4-5 പണിയണം, അത്രേ ഉള്ളൂ. 1-5-6 പണിതാൽ പ്രശ്നം തീർന്ന്. അപ്പോൾ അത് മെയിനായിട്ട് പൈപ്പിൽ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റൂ. ഗ്രൗണ്ടിലൊന്നും നിൽക്കില്ല. നമ്മൾ ആദ്യം പൈപ്പ് ഉണ്ടാക്കിയാണ്ട് നിലത്ത് കൊടുത്തുകൊണ്ട് അതിലാണ് ഫിക്സ് ചെയ്യുക. പിന്നെ ഇതിന്ന് വെള്ളം ഇറിഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിൽ ടാപ്പ് ഫിറ്റ് ചെയ്യണം. അതാണ് ആ ഒരു സംഗതിയുടെ സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ബേസിൻ എന്ന് പറഞ്ഞാൽ കിടിലനായിരിക്കും. രാത്രിയാകുമ്പോൾ ഇവിടെ മഞ്ഞും പകലും ഇതേപോലെ മഞ്ഞ് മുകളിൽ നിന്നും വൈറ്റ് സാധനം ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. രാത്രി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് മൂലം നമുക്ക് ഇതേപോലെ തീയിട്ട് കായേണ്ടി വരും. നമ്മളപ്പോൾ അതിന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ലെവൽ 23 ആകുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തീ ചൂട് കിട്ടാൻ വേണ്ടി ഒരു സാധനം വെക്കാൻ പറ്റും. അതിനെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ സമയം ഏകദേശം എവിടെ സമയം കാണാനില്ലല്ലോ. ഇപ്പോൾ ടൈം ഏകദേശം 4 മണിയായിരിക്കണം. -9 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. സോ നമ്മളൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ടോഗിൾ ഓർബിറ്റ് കാണാം. ഓക്കെ, നമുക്കൊരു ആകെ ഒരു ചെറാനോടം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ചെറാറിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ എല്ലാ തേങ്ങാമാങ്ങ പണി എടുക്കുന്നത്. അവിടെ ആ തീ കാണുന്ന ഏട്ടുണ്ടല്ലോ, അത് നമ്മുടെ ബേസാണ്. ബേസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ എന്താ പറയുക റാഫ്റ്റ് കിടക്കണത്. സോ നമുക്ക് ആ റാഫ്റ്റിലോട്ട് പോവാം. തീയല്ല, അത് നേരം വെളുത്തിരുന്നു. അപ്പോൾ നമ്മുടെ റാഫ്റ്റ് അവിടെ അല്ലേ ഗൈസ്? അവിടെ അല്ല റാഫ്റ്റ്. പഠിച്ചോനെ, ഞാൻ സൂര്യപ്രകാശം കണ്ടിട്ട് തെറ്റിദ്ധരിച്ച് നമ്മുടെ റാഫ്റ്റിത്തെ തീയാന്ന് തെറ്റിദ്ധരിച്ച്. ഇപ്പോൾ തന്നെ അവിടെ പോയിങ്ങാണ്ട് ഞാൻ ചത്തേനെ. അവിടെ താഴെ നോക്കുമ്പോഴാണെങ്കിൽ ഒരു കൂട്ടം അക്രമകാരികളായ ജീവികളും. മുകളിലൂടെ അർജൻറ്റാവസും പറക്കുന്നുണ്ട്. വിശക്കുണ്ട് തോന്നുന്നു പാവം. സിമെൻറ്റിങ് പേസ്റ്റ് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം. ഇതിലൊന്നും സിമെൻറ്റിങ് പേസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. ആരാ എവിടെ പോയാ? അപ്പോൾ ഒരുത്തൻ വന്ന് നമ്മളെ ചെറാനോടിനെ ഡിസ്റ്റർബ് ചെയ്യിച്ച്. തിയോ തോർണീസാണ് എന്തെങ്കിലും കട്ടെടുത്തുണ്ടോ ചെറാനോടിൻ്റെ അടുത്ത് നിന്ന്. അതാണ് മൂപ്പർക്ക് ദേഷ്യം പിടിച്ചത്. നമ്മളെ ചെറാനോടൻ പോയി ആ കാര്യം ഡീലാക്കിയാണ്. നൈസ് ബ്രോ, കീപ് ഇറ്റ് അപ്പ്. വീണ്ടും ഒരു ലെവലപ്പ് ഇട്ടിരിക്കണം. നമുക്ക് സ്റ്റാമിന ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യണം. സ്റ്റാമിനയാണ് ഇപ്പോഴത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് താങ്ങാൻ ആവശ്യമായിട്ടുള്ളൊരു ഘടകം. നമ്മുടെ മുന്നിലൂടെ ഒരു ചെറാനോടൻ സ്ലോ മോഷനിൽ നടന്നു പോകുന്നുണ്ട്.
ലെവൽ 5 ചെറാണ് അതിനെ നമുക്ക് വേണ്ട, അത് വെറും വേസ്റ്റാണ്, ഒന്നിനും കൊള്ളാത്ത സാധനം. സോ നമുക്ക് നമ്മുടെ റാഫ്റ്റിൽ സിമെൻറ്റിങ് പേസ്റ്റ് ഉണ്ടോ നോക്കണം. റാഫ്റ്റിൽ സിമെൻറ്റിങ് പേസ്റ്റ് ഇല്ല. ബട്ട് സിമെൻറ്റിങ് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ചിതിനും സാധനങ്ങളൊക്കെ വേണ്ടി വരും. ചിതിനൊന്നും നമ്മുടെ അടുത്ത് ഇല്ല. അതാണ് മെയിനായിട്ട് സിമെൻറ്റിങ് പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട് കണക്ക് കൂട്ടുന്നത്. വെപ്പൺസ് ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു സാധനം ഇതിലും ഇല്ല. ആകെ നമുക്കൊരു വൃത്തികെട്ട അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തോണി എടുത്ത് പോകേണ്ടിയിരിക്കുന്നു. വെള്ളം കുടിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം. കുറച്ച് വെള്ളം ഫുള്ളായാ? ഓക്കെ, വാട്ടർ ഫുള്ളായി. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ബേസിലോട്ട് പോവാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിലോട്ട് പോവാം. കല്ല്, ഒരു ലോഡ് കല്ലുണ്ട് ഇൻവെൻട്രിയിൽ, അതാണ് സ്പീഡില്ലാത്തത്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്കഡ് മീറ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഹെൽത്ത് കുറയുമെന്ന് അറിഞ്ഞൂടെ. കുക്കഡ് മീറ്റ് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ അവിടുത്തെ നമ്മളിപ്പോൾ ഓൾറെഡി മുകളിലെത്തി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി നമ്മൾ തീയൊക്കെ ഇട്ട് വെച്ചുകണം. അതൊരിക്കലും കെടാതിരിക്കാൻ നമ്മൾ നോക്കണം. കാരണം എപ്പോഴും വിറകിട്ടുകൊണ്ടിരിക്കുക അടുപ്പിൽ. എല്ലാവരും കെട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർന്നു, അത്ര. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇവിടെ എന്താ, ഇവിടെ അടിയിൽ ഡിയോഡി ഉണ്ട് കേട്ടോ ഗൈസ്. ഡിയോഡിയാണ്. എവിടെയായിരുന്നു നമ്മുടെ ബേസ്? മറന്നുപോയി ഗൈസ്. കുറച്ച് ഓക്കെ വേസ് കിട്ടി. വേസ് വേറെ ഏതോ വഴിക്കാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഈ സൈഡിലൊക്കെ സീനാണ്. ഈ സൈഡിൽ വോൾഫ്, എല്ലാ തേങ്ങ വാങ്ങാൻ സാധനങ്ങളുണ്ട്. മൈ ഗോഡ്, എപ്പോഴാണോ ഓമാർ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിഞ്ഞൂടാ. വേസിനൊന്ന് ചുറ്റിക്കറങ്ങി കാണുകയാണെങ്കിൽ ഇവിടെയും മെറ്റൽ, നല്ല മെറ്റൽ അവൈലബിലിറ്റി ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സ്മിത്തി ഇവിടെ സൈഡിൽ പണിത് വെക്കണം. നമുക്ക് അത്യാവശ്യം മെറ്റൽ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് ഞാൻ സ്മിത്തി ആക്കി മാറ്റാണ്. ഒരു സ്മിത്തി ഉണ്ടാക്കട്ടെ ഫസ്റ്റ്. സ്മിത്തി ഉണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വേണ്ട സാധനങ്ങൾ ക്രാഫ്റ്റിങ്, സ്മിത്തി റിഫൈനിങ് ഫോർജ്, ഫൈബർ 40, ഫൈബറാണ് ഇല്ലാത്തത്. സ്റ്റോൺ 125, വുഡ് 20, അത് രണ്ടും ഉണ്ടാക്കാം. കുറച്ച് സ്റ്റോൺ ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ ഫൈബറും ഉണ്ടാക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. സ്റ്റോൺ വേണം. ഇവിടുത്തെ കല്ലൊക്കെ മൊത്തം കൊത്തി പറക്കേണ്ടി വരും, എന്നാൽ മാത്രമേ 125 സ്റ്റോണുള്ള കിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആക്സ് അത്ര അഡ്വാൻസ്ഡ് ആക്സ് ഒന്നുമല്ല. നമുക്ക് ഹൈ ക്വാളിറ്റി ആക്സ് ആകുമ്പോൾ ഗ്യാതറിങ് റേറ്റും അത്രയും കൂടുതലായിരിക്കും. നമ്മൾ ഓരോ കൊത്തിനും ഇപ്പോൾ 8ഉം 10നും കയറുന്ന അവിടെ 10, 20 ഒറ്റ ടൈം കയറും. അതാണ് ഈ നല്ല ക്വാളിറ്റി ആക്സും ലോക്കൽ ആക്സും യൂസ് ചെയ്യണതിൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, കല്ലായി. ഇനി ഫൈബർ വേണം. നമുക്ക് കുറേ ഫൈബർ പുല്ല് പറിച്ചേ പറ്റുള്ളൂ. പുല്ല് പറിക്കട്ടെ ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് ബെറിയും ഫുഡൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. നമുക്കത് ഒന്ന് നമ്മുടെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം അങ്ങനെ അടിക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. ഇടയ്ക്കിടയ്ക്ക് ബെറി കഴിക്കുന്നുണ്ട്, നഷ്ടമില്ല. ഫുഡ് വേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, കഴിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ആവശ്യമില്ല. ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് ലെവലപ്പ് കിട്ടും. ഇപ്പോൾ വേണ്ട, നമുക്ക് ഏതെങ്കിലും നല്ല പുതിയൊരു സാധനത്തിന് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ബോക്സ് തുറക്കാം. ഫൈബർ 67 ഫൈബർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര ഫൈബർ വേണമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫൈബറായി. ഇനി കുറച്ച് വുഡ് കിട്ടിയാൽ മതി. ഇവിടെ എവിടെയെങ്കിലും ഒരു പാവം മരം ഉണ്ടെങ്കിൽ അതിനെ വെട്ടാം. അവിടെ ഒരു മരം ഉണ്ട്, 2 വുഡ് വെട്ടിയാൽ പരിപാടി തീരും. ഓക്കെ, സാധനം സെറ്റ്. ക്രാഫ്റ്റിങ്ങിൽ സ്മിത്തി നോയ് റിഫൈനിങ് ഫോർജ് ക്രാഫ്റ്റ് 1.
ഗൈസ് ഫൈനലി നമ്മൾ റിഫൈനിങ് ഫോർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെക്കാൻ ബേസ് വേണ്ടി വരും മിക്കവാറും. നമ്മുടെ ഓൾറെഡി ഉള്ള ബേസിൽ തന്നെ വെക്കാം. അപ്പോൾ റിഫൈനിങ് ഫോർജ് കത്തിച്ചാൽ അതിൽ നിന്നും കൂടെ ഉള്ള ചൂട് നമുക്ക് ഏൽക്കും. അത് നല്ലൊരു ഉപകാരമുള്ള പരിപാടിയാണ്. പ്ലേസ് ഓൾമോസ്റ്റ് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഗാദറിങ് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഈ മെറ്റൽ കല്ല് മൊത്തം കൊത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മെറ്റൽ കിട്ടും, റോ മെറ്റൽ. ഈ റോ മെറ്റൽ കൊണ്ടുപോയി റിഫൈനിങ് ഫോർജിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെപ്പൺസും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മെറ്റൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കിടക്കട്ടെ, അത് കിടക്കട്ടെ. ഇത് മതി തോന്നുന്നല്ലേ? 56 അല്ല, എന്തായാലും കുറച്ച് തോനെ മെറ്റൽ ഹാർവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാം, ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഇവിടെ നല്ല കൊടുങ്കാറ്റാണ്. പകലൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പ് കൂടുതൽ, അതാണ് മെയിൻ റീസൺ. അതേപോലെ ഒരു ബോക്സും കൂടെ ഇവിടെ ഉണ്ടാക്കി വെക്കണം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, കുറച്ച് കല്ലും അങ്ങനെ വെയിറ്റ് കൂടിയ സാധനങ്ങൾ ബോക്സിൽ ഇട്ടേക്കാം. സോ ഇനി നമുക്ക് സ്മിത്തിയാണ് ഉണ്ടാക്കേണ്ടത്. റിഫൈനിങ് ഫോർജ് ആയിട്ടുണ്ടെങ്കിൽ സ്മിത്തി വേണം. കാരണം റിഫൈനിങ് ഫോർജ് വെറുതെ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഫ്യൂച്ചറിൽ വേറെ തേങ്ങയും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. സ്മിത്തി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ 30 കല്ലും 50 വുഡുമാണ് സാധനം പറഞ്ഞിരിക്കണത്. ഓക്കെ, വീണ്ടും കുറച്ച് തോന്നെ മെറ്റൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഡ്രോപ്പ് വന്ന് വീഴുന്നുണ്ട്. ഈ ഡ്രോപ്പ് വന്ന് വീഴുമ്പോൾ നമുക്കൊന്ന് പോയൊക്കെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു ലെവലിൽ പിങ്ക് ഡ്രോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന്. എന്തായാലും ട്രൈ ചെയ്തുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. കിടക്കട്ടെ. എന്താ ഇപ്പോൾ ഫുഡാവോ? ഓക്കെ ഓക്കെ. ഫുഡിൻ്റെ കൺസപ്ഷൻ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ ബാർ കുറച്ചും കൂടി കൂട്ടി വെക്കേണ്ടി വരും. വെള്ളം കൺസ്യൂം ചെയ്യണേക്കാട്ടി കൂടുതലും നമ്മൾ ഫുഡാണ് കൺസ്യൂം ചെയ്യണം ഇവിടെ. ഇനി സ്മിത്തി ഉണ്ടാക്കാൻ വേണ്ട അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ വുഡ് 50, വുഡ് 30ഉം സ്റ്റോൺ 50ഉമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 28 30 വേണം. ഓക്കെ, വുഡായി. അഞ്ച് മെറ്റലിംഗ് കോട്ടും വേണം ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രാഫ്റ്റിങ്ങിന് കൊടുത്താൽ സ്മിത്തി റെഡി. സ്മിത്തിയൊക്കെ ക്രാഫ്റ്റ് വേണം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്മിത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് സാധനം ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർ ആമർ കംപ്ലീറ്റ് ആക്കണം. അതാണ് ആദ്യത്തെ മറ്റൊരു ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ കുറച്ച് കെരാറ്റിനും സാധനങ്ങളൊക്കെ കളക്റ്റും ചെയ്യണം. കാരണം കെരാറ്റിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് സിമെൻറ്റിംഗ് പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സിമെൻറ്റിംഗ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർ റിസർവോയർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പണി നോക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൽ കുറച്ച് കെരാറ്റിൻ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അത് പോരാ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇൻവെൻറ്ററിയിൽ മാക്സിമം സാധനം ബോക്സിൽ ഇട്ടുകൊണ്ട് അവിടെ പോയാണ്ട് കുറച്ച് പെൽറ്റ് അവിടെ താഴെ ഉണ്ട്. ആ പെൽറ്റ് താഴെ നമ്മുടെ പഴയ ബേസിൽ, തോണിയുടെ ബേസിൽ കുറച്ച് പെൽറ്റ് ഉണ്ട്. ആ പെൽറ്റ് എടുത്തുകൊണ്ടാണ് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ നൈസായിട്ട് നമ്മൾ ഈ ഇൻവെൻറ്ററിയിലോട്ട് മാറ്റുന്നു. ഇതിങ്ങോട്ട് ഇരിക്കട്ടെ. 200 ഇതും കൂടെ ഇരിക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ ഒരു ഇതൊന്നും കുഴപ്പമില്ല.
പോവാൻ മോനെ, നമുക്ക് കുറച്ച് പണിയുണ്ട് പോയിട്ട്. ഇവിടെ ഒരു ആന ഉണ്ട്, ഇതിനെ ടൈം ചെയ്യണം. ഒരു ആനനെ എന്തായാലും നമുക്ക് വേണം. ആന ഈ ഇമ്പോർട്ടൻ്റ്. ഓ, അടിച്ച് തെറിപ്പിച്ച് ഡിയോഡനല്ലേ അതിൻ്റെ പേര്, ആ സാധനത്തിന് നമ്മളെ പന്നിക്കുട്ടനെ. ആനൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണം നാറി. ആ നാറിക്ക് എല്ലാവരും ബോധമില്ലാത്തവനോ, അവൻ ആരെ കണ്ടാലും അടിക്കും. ഇപ്പം എൻ്റെ തലേൻ്റെ മുഖത്തൊരു പ്രഭാവം കണ്ടില്ല, അത് ആന തരുന്ന ഒരു എഫക്റ്റാണ്. ആന പേടിപ്പിക്കണോണ്ട് വരുന്ന ഒരു പ്രഭാവമാണത്. കണ്ടോ പ്രഭാവം? ആ നേരം വരുമ്പോൾ സ്റ്റാമിന കൂടുതൽ ട്രെയിൻ ആവും, അങ്ങനെ എന്തോ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഓർമ്മ വരുമ്പോൾ പറഞ്ഞുതരാം. മോസ്റ്റ് ഓപ്സ് ഫൈനലി ബ്രോ, ഐ ഗോട്ട് യു. നമുക്കെന്താ തിന്നാൻ വേണ്ട മുത്തേ? ടിൻഡോബറി. ഓ, ടിൻഡോബറി മതിയോ? ഈ അത്ര വലിയ ഡിമാൻഡുള്ള ആളല്ലല്ലേ. മോസ്റ്റ് ഓപ്സ് ടിൻഡോബറിയാണ് ചോദിക്കണത് തിന്നാൻ വേണ്ടിയിട്ട്. എന്താ ടിൻഡോബറി കൊടുത്തു നോക്കാം. ഓ, 68.2% ഇത് പണിയാണ്. ഇനി എല്ലാം മുന്തിയ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി. മിക്കവാറും ഇവൻ ഏതെങ്കിലും പ്രീമിയം സാധനം നമ്മളോട് ചോദിക്കും. അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവം ഈ മോസ്റ്റ് ഓപ്സിനുണ്ട്, എനിക്കറിയണതാണ് അത്. എല്ലായ്പ്പോഴും അങ്ങനെയാണ്, ഒരൊറ്റയടിക്ക് ടൈം ചെയ്ത് അത്രയും വലിയ കാര്യമില്ല. അതുകൊണ്ട് ലോ ലെവൽ മോസ്റ്റ് ഓപ്സിനെ എപ്പോഴും പിടിച്ച് ടൈം ചെയ്യണതാണ് നമുക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ നാറി ഭയങ്കര ഡിമാൻഡ് കാണിക്കും. ഇവന് ചെറിയ സാധനമൊന്നും തിന്നാൻ കൊടുത്താൽ പറ്റില്ല, ഇവന് നല്ല ക്വാളിറ്റി സാധനം തന്നെ ചോദിക്കും. ഇവൻ്റെ വിചാരം ഇവർ റൈനോഗ്നാത്തൻ്റെ ആരോ ആണെന്ന്. റൈനോഗ്നാത്താണ് ഇതേപോലെ എലമെൻറ്റും സാധനങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നത്, തിന്നാൻ താന്ന്. നമ്മളെന്ത് ചെയ്യാനാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കും. വെയിറ്റ് അണ്ടിൽ ഇറ്റ്സ് ഹംഗ്രി ഒക്കെ. ഒന്ന് വേഗം വിശപ്പ് വരുത്തടാ ചെറുക്ക, കൊച്ചു ചെറുക്കാരനെ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ. ഇതെത്ര നേരമായി തിന്നാൻ നിന്നിട്ട് നീ ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവം കാണിക്കാന്നുണ്ടല്ലോ. ഇടയ്ക്ക് എൻ്റെ ചെവിളക്കരിക്കും ഞാൻ. മതി, കുറേ നേരം ചമക്കണു അതിലിട്ട്, ഇതുവരെ ആയില്ലേ, എന്താ വേണ്ടെന്ന് ഞാൻ ചോദിക്കും. എനിക്ക് വേറെ പണിക്ക് പോകണോ, സമയമായി. പുട്ട് മെജോബറി. ഓ, മാന്യനാണ് ഇപ്പം, മാന്യൻ. മെജോബറി ആണെങ്കിൽ ഇൻവെൻട്രിയിലില്ല. അപ്പോൾ പുല്ല് പറക്കി തന്നെ വേറെ എന്താ ഓപ്ഷൻ? ഓ, നമ്മുടെ ചെറാനോടനായിരുന്നു. ഓക്കെ, മെജോബറി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മെജോബറി ഞാൻ ഫീഡ് ചെയ്യട്ടെ. ഓക്കെ, എവിടെ? പോയല്ലേ, ഇവിടെ തന്നെ ഉണ്ട്. ഓ, ടൈമായി. ഫൈനലി ഇവൻ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ചെറുക്കനായിരുന്നു. കുട്ടു എന്ന് പേരിടാ, കിടക്കട്ടെ. കുട്ടുമോൻ. ഇവൻ മാന്യനാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ കുട്ടു എന്ന് പേരിട്ട് അക്സെപ്റ്റ് ഗൈസ്. അപ്പോൾ വി ടൈംഡ് കുട്ടു ടുഡേ. വി നീഡ് മോർ ഫൈബേഴ്സ്, ദാറ്റ്സ് വൈ വി ടൈംഡ് കുട്ടു ടുഡേ. കുട്ടു ആസ് എ ഗുഡ് fiber collector. We can put Kuttu in wandering and Kuttu will collect all the fiber for us. It's a good boy. Keep it up bro. Keep it up. 10-350-400 ഫൈബർ കുട്ടു തന്നെ ഒറ്റയ്ക്ക് കളക്ട് ചെയ്ത് തരും. അതേപോലെ മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താച്ചും കുട്ടു കളക്ട് ചെയ്യും. നല്ല രീതിയിൽ ഫൈബറും കാര്യങ്ങളൊക്കെ കുട്ടു കളക്ട് ചെയ്യും. ഇവിടെ ഭയങ്കര ചൂടാവുന്നു. കുട്ടു ഈസ് എ ജെം ബ്രോ. കുട്ടുവിനെ ഇവിടെ പാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കുട്ടുവിനെ കൊണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. അതിന് പക്ഷേ കുട്ടുവിൻ്റെ കയ്യിലുള്ള ഫൈബറും സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് പോവാം. കുട്ടുവിനെ ഇപ്പോൾ നമുക്ക് വേണ്ട. ഒന്നും തോന്നരുത് മാമനോട്. കുട്ടുവിനെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കൊണ്ട്. വിസിൽ സ്റ്റോപ്പ് ഹോൾ. എവിടെയാണ് വിസിൽ സ്റ്റോപ്പ് ഹോൾ? വിസിലെന്ത് സ്റ്റോപ്പ് ഹോൾ വരാത്ത? ഇപ്പോഴാണ് വന്നത്. സോ കുട്ടുമോനെ, നീ ഇവിടെ നിൽക്ക്, നിന്നെ കൊണ്ടുപോയിക്കോളാം, നീ പേടിക്കണ്ട കേട്ടാ. നമുക്കിവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ പണി തീർക്കാൻ വേണ്ടി വന്നതാണ്. പണിയായി. എൻ്റെ ഒരു ചെറിയൊരു ഇതായിരുന്നു.
ലാൻഡ് ഫ്ലയറോടെ വിസിൽ ലാൻഡ് ഫ്ലയർ. അഞ്ച് മെറ്റലിങ്കോട്ട്. ഇവിടെ എത്ര സാധനമുണ്ട്? 43 ഉണ്ട്. ഇതിൽ ആർമർ ഇവിടെ നിന്ന് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് പോവാം. തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ വലിയ കാര്യമായിരിക്കും. മെറ്റലിങ്കോട്ട് 10 വേണം. ഗ്ലൗസിന് മെറ്റലിങ്കോട്ട് 6 വേണം. 6 മെറ്റലിങ്കോട്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ വല്ല സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ പണിയെടുക്കും. 5 മെറ്റലിങ്കോട്ട് ഇതിൽ വല്ല മെറ്റലിങ്കോട്ട് ഉണ്ടെങ്കിൽ 5 10. ഓക്കെ ഗൈസ്. അപ്പോൾ മെറ്റലിങ്കോട്ട് അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മെറ്റലിങ്കോട്ട് വെച്ച് ഇവിടെ ഈ ഹൈഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയാണ്ട് പോവുക. വെറുതെ ഈ വെയിറ്റും താങ്ങി നമുക്ക് നടക്കാൻ പറ്റൂല. സോ ഫർ ആർമറിൻ്റെ പുതിയ ഇതൊന്നും പോരേ. എന്താ ഹൈഡ് ഓക്കെ സോറി. ഇപ്പോൾ 2 സാധനം മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഷൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെ? ഡ്യൂറബിലിറ്റി, ആർമൽ, ഇൻസുലേഷൻ, സ്പീഡൊന്നും കൂടുതല. ഈ 2 സാധനങ്ങളുള്ളൂ. ഗ്ലൗസ് ഉണ്ടാക്കണോ, ഷൂ വേണോ? നമുക്ക് ഹൈപ്പോതെർമിക് ഇൻസുലേഷൻ 34 ഗ്ലൗസിനും ഷൂവിന് അത് 34. രണ്ടിനും ഒന്ന് തന്നെ. ആർമറും സെയിം തന്നെ. അപ്പോൾ നമുക്ക് ഷൂ ഉണ്ടാക്കാം, അതാണ് നല്ലത്. ക്രാഫ്റ്റ് 1. അപ്പോൾ നമ്മൾ ഫർ ആർമറിൻ്റെ ഷൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂയോടൊക്കെ കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സി യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. സോ ഷൂ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി അടുത്ത ലെവലപ്പ് നമ്മുടെ ചെറാനോടനിൽ വെയിറ്റിന് കൊടുക്കേണ്ടി വരും. കാരണം ഷൂവിനും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഇൻവെൻട്രിയുടെ വെയിറ്റും ഒരു ലെവലപ്പ് കൊടുക്കണം. ഞാൻ എന്തായാലും ഒരു ലെവലപ്പ് കൊടുത്തേക്കാം. വെയിറ്റിൽ നമ്മളൊരു പ്രൈവറ്റ് 200 ഉണ്ട്. നമുക്കിപ്പോൾ ഇൻവെൻട്രി റേറ്റ് തന്നെ 42 ഒന്നുകൂടി കൂട്ടുണ്ട്. നമ്മൾ ഇനി തണുപ്പ് റീച്ചുകളിലായതുകൊണ്ട് നമുക്ക് 42 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കറണ്ട് ലെവലപ്പ് അനുസരിച്ച് നമ്മൾ എത്ര എത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ വി ആർ ഇൻ 46. 46 ലെവൽ 46 ആണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് ലെവൽ. ഈ 46 ലെവൽ നമുക്കൊന്നും ഉണ്ടാക്കാനില്ല. ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേ വേണ്ട. സോ നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോവാം. അതിനിപ്പോൾ ഇവിടുന്ന് വല്ലതും എടുക്കണ്ട. സോറി, നമ്മുടെ എന്തായാലും നമുക്ക് നമ്മുടെ തോണിയിൽ നിന്ന് വല്ലതും എടുക്കാണ്ടോ നോക്കാം. എന്നിട്ട് ബേസിൽ പോവാം. ഒന്നുമില്ലായിരുന്നു. നമുക്ക് ദാരിദ്ര്യം പിടിച്ച സാധനങ്ങൾ. എന്തായാലും നമ്മളെ തോണി കൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. എത്രത്തോളം ദൂരം തോണി പോകുന്നോ അത്രയും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിടാം. കാരണം തോണി നമ്മുടെ ബേസിൻ്റെ നേരെ അടിയിലുള്ള ആ സമുദ്രത്തിൻ്റെ ഏരിയയിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഫ്ലൈയറിനെ തോണിയിൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഈ കരയിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ തോണി എന്താണ് ഇപ്പോൾ തോണിക്ക് മൂവ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. എവിടോ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഫീല്. ആരോ തോണി അറ്റാക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയായിരിക്കും. ഗൈസ്, തോണി മൂവ് ആവണില്ല, പുറകിലോട്ടൊക്കെ പോണു. എന്തായാലും ആവട്ടെ. തോണി ഒരു മൂവ്മെൻ്റ് ഒന്നും കറക്റ്റ് അല്ല. കണ്ടോ എന്ത് പറ്റിയെന്ന് പറഞ്ഞു. ഈ ചെറാനോടെ ഇരിക്കണോണ്ടാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. കുറച്ചുകൂടി മുന്നോട്ട് തോണി കൊണ്ടുവരണം. കുഴപ്പമില്ല, എവിടെയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അവിടെയാണ് ബേസ്. ഓക്കെ, റിട്ടേൺ ടു ദ സൂപ്പർ ബേസ് ലൊക്കേഷൻ വി ഡിസ്കവേർഡ് ആൻഡ് വി വിൽ ഡെവലപ്പ് ഫർദർ
over there. We create a amazing base over there, and we roll out the entire map. താങ്ക് യു. സോ ഇത്രയും വരണം. അപ്പോൾ തോണി നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ കൊണ്ടുപോയിടണം. പക്ഷെ തോണി ഇപ്പോൾ അവിടെയാണ് കിടക്കണത്. സോ വെയിറ്റ് ആൻഡ് സി, കുറച്ച് നേരം കഴിക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം വിറകൊക്കെ ഇട്ട് കത്തിപ്പോയി. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് മാക്സിമം വിറക് വെട്ടി ഉണ്ടാക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ രാത്രി കഴിഞ്ഞാൽ നമ്മൾ ചാവും. അതുകൊണ്ട് ഞാൻ വിറക് വെട്ടാൻ പോട്ടെ. സീ യു ഇൻ അനദർ വീഡിയോ. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.